ഇന്നെന്താ പതിവില്ലാതെ ഒരു ഫോട്ടോ ഷൂട്ടിംഗ് എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഒരു കാരണമുണ്ട്. ഞങ്ങളിന്ന് പാലക്കാട് പോവുകയാണ്. പ്രിയയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു ട്രാവലർ വിളിച്ചിട്ടാണ് പാലക്കാടേക്ക് യാത്ര തിരിക്കുന്നത്. ഡ്രൈവർ നിതീഷേട്ടൻ എത്തിയതോടുകൂടി നമ്മളെ വണ്ടിക്ക് ഓളമായി. മെല്ലെ വണ്ടി എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അരീക്കാട് നിന്ന് മെല്ലെ ഫറോക്ക് റൂട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന ഒരു വൈബ് തന്നെയാണ്. ഇത്രയും ദൂരം പോവുക എന്ന് പറയുന്നതും അതും വേറൊരു തരം വൈബാണ്. കാലിക്കറ്റ് ടു പാലക്കാട് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. എന്താകുമോ ഒന്നും അറിയില്ല. വണ്ടി AC ആണ്. വോമിറ്റിംഗ് ടെൻഡൻസി എനിക്കും എൻ്റെ സിസ്റ്ററിനും ഉള്ളതാണ്. സകല ഈശ്വരന്മാരെയും മനസ്സിൽ കരുതി അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കണ്ടാണ് ഞങ്ങൾ വണ്ടിയിലിരിക്കുന്നത്. കാരണം ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ. അങ്ങനെ നേരെ വണ്ടി ബൈപ്പാസിലേക്കാണ് കയറുന്നത്. ബൈപ്പാസിലേക്ക് കയറുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ അത്രയും സുഖമായിട്ട് യാത്ര പുറപ്പെടാം. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസിന് കയറി നമ്മൾ ഏകദേശം റൂട്ടൊന്നും അറിയാണ്ട് ഏതൊക്കെയോ സ്ഥലങ്ങൾ താണ്ടി പോവുകയാണ്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് എന്നോളം ആണ് ഞാനും കയറിയിരുന്നത് കേട്ടോ. പാലക്കാടേക്ക് ഒരു ട്രിപ്പുമായി നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാനായി. പാലക്കാട് നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് വേറൊരു കാര്യമാണ്. എല്ലാവർക്കും വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ പെട്ടതാണ്. ഞങ്ങളിവിടെ പാലത്തിൻ്റെ മുകളിൽ ബ്ലോക്കിൽ കുടുങ്ങി ഗൈസ്. ഒരു റോങ് സൈഡ് വണ്ടി കയറിയതാണ് കാരണം. 1/2 മണിക്കൂറോളം നീണ്ട ബ്ലോക്കായിരുന്നു അത്. ആ ബ്ലോക്ക് താണ്ടി വേണം ഈ പാലം കടന്ന് അപ്പുറത്തെത്താൻ. ഏകദേശം ബോർഡർ എത്തിയ മട്ടാണ്. ഇതാണ് കുന്തിപ്പുഴ, പാലക്കാടിലെ സൈലൻറ്റ് വാലിയിലൂടെ പോകുന്ന കുന്തിപ്പുഴ. ഇത് റൂട്ട് മാപ്പിൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുന്തിപ്പുഴയാണെന്ന് മനസ്സിലാക്കിയത്. ഗൈഡെന്ന് വിചാരിക്കുമ്പോൾ വേറെ ആരുമല്ല കേട്ടോ, സിസ്റ്റർ തന്നെയാണ്. അവൾ എവിടെയെങ്കിലും യാത്ര തിരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ മാപ്പ് ഇടും. എന്നിട്ട് ലൊക്കേഷൻ അവിടെ എത്തി ഇവിടെ എത്തി എന്നെങ്കിൽ വലിയ അമ്മായി വർത്തമാനമാണ്. പാലക്കാട് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. പാലക്കാട് എന്ന് കേൾക്കുമ്പം പൊതുവേ എല്ലാവർക്കും എന്താ മനസ്സിൽ വരികയെന്ന് എനിക്കറിയില്ല. ചിലർക്ക് പാടവും പച്ചപ്പും മനോഹാരിതയൊക്കെ വരും. പക്ഷേ എനിക്ക് വരുന്നത് വേറെ ഒന്നാണ് കേട്ടോ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അതുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം പാലക്കാടെന്ന് പറയുമ്പം എനിക്ക് പെട്ടെന്നായിട്ട് ഓർമ്മ വരുന്നത് ഒടിയനാണ്. നമ്മളെ ഒടിയൻ്റെയും ചാത്തനും മറുതയും ഒക്കെ ഉള്ള നാട് പാലക്കാട്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെയുള്ളത് കൃഷിയാണ് കേട്ടോ. നല്ല പച്ചപ്പാണ് കാണുന്നത്. കണ്ടില്ലേ ആ കാണുന്ന കുന്ന്? അനിയത്തിയെന്ന് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അതാണ് ഒടിയൻ മല എന്നാണ്. അവൾ മൊയ്ന്തായതുകൊണ്ട് അത് വിശ്വസിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അന്തമില്ലാത്തൊരു രീതിയിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നെൽവയൽ പ്രദേശങ്ങൾ കാണുന്നുണ്ട്. റോഡും അതിനൊത്ത ശാന്തമായി നിൽക്കുന്നു. നമ്മൾ ഈ ടൗണിൽ നിന്ന് വരുന്നതുകൊണ്ട് പാലക്കാട് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു ലോകം തന്നെയാണ്. ഇനിയും എത്ര മണിക്കൂർ അങ്ങോട്ടുള്ള യാത്ര ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഏകദേശം ഇരുന്ന് ഏകദേശം പണിയായി തുടങ്ങിയിട്ടുണ്ട്. ബോറടിക്കാൻ തുടങ്ങി. മെല്ലെ എവിടെയെങ്കിലും ചായക്കട കണ്ടിട്ടുണ്ടെങ്കിൽ സൈഡാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സൈഡാക്കി ചായയും കുടിച്ചു. ചായ വിത്ത് നമ്മുടെ കോഴിക്കോടുള്ള മാതിരി തന്നെ പലഹാരങ്ങൾ അവിടെയുണ്ട് കേട്ടോ. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ സമൂസ, ചിക്കൻ പൊക്കുവട, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചിക്കൻ റോള്, സമൂസ, പഴംപൊരി, പഴം നിറച്ചത്. അങ്ങനെ ആകാശത്തൊരു വട്ടം കണ്ടോ? അത് ഏലിയൻസ് വരുന്ന ഒന്നുമല്ല കേട്ടോ. കണ്ണാടിയിൽ വണ്ടിയുടെ ലൈറ്റ് കാണുന്നതാണ്. പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും വല്ല ഏലിയൻസ് എങ്ങാനും ഇവിടെ ഇറങ്ങി വന്ന്. ഹായ്, നമ്മുടെ തുമ്പി മോൾ വന്നു. ഇതാണ് റിയോനെ ഫംഗ്ഷൻ കാരണം കൂട്ടിലിട്ടതിൻ്റെ ദേഷ്യത്തിലാണ് റിയോ. അവനെ കൂട്ടുന്ന് പുറത്തിറക്കിയിട്ടില്ല. അങ്ങനെ സുന്ദരിക്കുട്ടി തുമ്പി അണിഞ്ഞൊരുങ്ങി പിറന്നാളിനായിട്ടുള്ള പുറപ്പാടിലാണ്. അവളെ മാറ്റാനും അവളെ ഒരുക്കാനും വേണ്ടിയിട്ട് കൂടെ നമ്മളെ തോഴിമാരും ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് കുഞ്ചും ഇപ്പുറത്ത് നിൽക്കുന്നത് ബിന്ദു ചേച്ചിയാണ്. ബാക്കി ഞങ്ങളുടെ എല്ലാം അയൽവാസികളാണ്. അങ്ങനെ ഏകദേശം സ്റ്റേജൊക്കെ സെറ്റായിട്ടുണ്ട്. സ്റ്റേജ് ഫുള്ള് ലൈറ്റ് പരിപാടിയൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ആങ്കറിങ് നമ്മുടെ അമ്മുവാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എൻട്രൻസ് ആണ്. അതായത് നമ്മുടെ തുമ്പി മോളുടെ എൻറ്ററിങ്. തുമ്പി മോൾ വരുന്നത് വിലപിടിപ്പുള്ള കാറിലാണ് കേട്ടോ.
അവളുടെ എൻ്ററിങ് തന്നെ ഗംഭീരമായിരുന്നു. അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളും അച്ഛനും അമ്മമ്മയും പാപ്പനും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവർ സ്റ്റേജിൽ കയറി കേക്ക് കട്ടിങ്ങിനായി തുടങ്ങി. ഈ കേക്ക് കട്ടിങ്ങിൽ തുമ്പിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. കത്തിയെടുത്തതും മുറിക്കുന്നതും മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ അവൾ എല്ലാത്തിനും പ്രിപ്പയർഡാണ്. അങ്ങനെ കേക്ക് മുറിക്കേണ്ട സമയം എത്തി. ലാസ്റ്റ് നമ്മുടെ പ്രിയയുടെ ഡാൻസും കൊണ്ട് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. രാത്രിയായി ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീണ്ടും കോഴിക്കോടേക്ക് ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ ക്യാമറയും പൊക്കി പിടിച്ച് വീഡിയോയും കണ്ട് പ്രകൃതിയും ആസ്വദിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ഉറങ്ങുന്നുണ്ടോ നോക്കണമല്ലോ. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ കോഴിക്കോട് ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര തയ്യാറാക്കി തന്നതിന് പ്രിയയ്ക്കും ഫാമിലിക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുന്നു. ഗുഡ് നൈറ്റ്. ബൈ.